എൻ്റെ ഇതുവരെയുള്ള ജീവിത പരിചയത്തിൽ 4 RSSകാരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേരെ വ്യക്തിപരമായി എനിക്ക് വളരെ അടുത്തറിയാമായിരുന്നു. മറ്റ് 2 പേരും സ്വാഭാവികമായും വാർത്തകളിലൂടെ പരിചയപ്പെട്ടവരാണ് ആത്മഹത്യ ചെയ്തതിന് ശേഷം. നമ്മുടെ ഈ സമൂഹത്തിൽ നിത്യവും ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റില്ല, നിത്യവും ആത്മഹത്യകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ എല്ലാ ആത്മഹത്യകളും സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരാറില്ല. എല്ലാ ആത്മഹത്യകളുടെയും പേരിൽ സമൂഹം കണ്ണീരൊഴുക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ മേൽ ഏതെങ്കിലും നിലയിലുള്ള പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ നടത്തുകയോ ചെയ്യാറില്ല. അതിൻ്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സ്ഥാപിത താല്പര്യങ്ങളെ ഏതെങ്കിലും നിലയിൽ ആ ആത്മഹത്യ അനുകൂലമാകുന്ന വിധത്തിൽ ഉപകരിക്കുമെങ്കിൽ ആ വ്യക്തിയുടെ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ സമൂഹ ശ്രദ്ധയിലേക്ക് നിരന്തരം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മളുടെയൊക്കെ ആവശ്യമായി മാറുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വ്യക്തിക്കുണ്ടാവുന്ന ജീവനഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും അധികം കഷ്ടത്തിലാക്കുന്നത് ആ വ്യക്തിയുടെ കുടുംബക്കാരെയും അയാളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരെയും മാത്രമായിരിക്കും. നാട്ടുകാർക്ക് ആ വിഷയത്തിൽ, ആ ആത്മഹത്യയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയത്തിനോ അവരുടെ മത താല്പര്യങ്ങൾക്കോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളെയോ അത് സംരക്ഷിക്കുകയോ അതല്ലെങ്കിൽ അതിന് വളമാവുകയോ ചെയ്യുന്ന വ്യക്തികളുടെ ആത്മഹത്യകൾ മാത്രമാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഡേറ്റ് സെപ്റ്റംബർ 14, 10:26 സമയം. കഴിഞ്ഞ 14-ാം തീയതി സംഭവിച്ചിട്ടുള്ള അനന്തു അജി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ മരണം, ആത്മഹത്യ, അത് തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം വലിയ ചർച്ചയാക്കി മാറ്റി. കാരണം അദ്ദേഹം RSSനെ എതിരായി വളരെ ശക്തമായി സംസാരിക്കുകയും തന്റെ മരണത്തിന്, തന്റെ ഈ ആത്മഹത്യക്ക് കാരണക്കാരനായിരിക്കുന്നത് ഒരു RSSകാരനാണ് എന്നും RSSന്റെ ക്യാമ്പുകളിലും അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര മോശം. ഇതുപോലുള്ള ഒരു വർത്തമാനം ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് കൊണ്ടാണ് ഈ നിലയിലുള്ള ഒരു സ്വീകാര്യത, ആ വാക്കുപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും സ്വീകാര്യത സമൂഹം അനന്തു അജിയുടെ ആ മരണത്തിന്, ആത്മഹത്യക്ക് നൽകിയത്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നു, ഞാനൊരു OCD പേഷ്യന്റാണ്. 1.5 വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് കാരണക്കാരനായിരിക്കുന്നത് ഒരു RSSകാരനായിട്ടുള്ള നിതീഷ് മുരളീധരൻ, എല്ലാവരുടെയും കണ്ണൻ ചേട്ടൻ. OCD ബാധിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അതിനായി മരുന്ന് കഴിക്കുന്ന, അതിന് തെളിവായിട്ട് മരണമൊഴി പോലെ രേഖപ്പെടുത്തുന്ന സമയത്ത് പോലും കഴിക്കുന്ന മരുന്നുകൾ ഉയർത്തി കാട്ടിയിട്ടുള്ള മൂന്ന് 4 5 6 ഒരു കൂട്ടം കൂടെ ഉണ്ട്. ഇല്ല, മേടിക്കണം. മൊത്തം അങ്ങനെ 7 കൂട്ടം ഗുളികകളുണ്ട്. ദീസ് ഗുളികൾ ഈസ് മേക്കിംഗ് മീ ലൈഫ്. ഇപ്പോഴെങ്കിലും കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഗുളിക എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ആന്റി ഡിപ്രസൻസ് പിന്നെ OCDകളും വരുന്നത്. ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ മരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ദൗർഭാഗ്യകരമാണ്. ഒരു കൂട്ടം കൂടെ ഉണ്ട്. ഇല്ല, മേടിക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ രോഗത്തിന് അതീതമായിട്ടുള്ള ഒരു കഴമ്പുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പോലും അതും വിമർശന വിധേയമാകേണ്ട പ്രയോഗമാണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. കാരണം OCD എന്ന് പറയുന്ന ഒരു രോഗത്തിന് അടിപ്പെട്ടു പോയിട്ടുള്ള, അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഏതെങ്കിലും നിലയിൽ അനുകൂലിക്കുന്ന നിലയിലുള്ള ഒരു പ്രസ്താവനയായിട്ട് ആരും അതിനെ കാണരുത് ദയവായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, രോഗമെന്ന് പറയുമ്പോൾ OCD എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ എന്താണ് എന്നും അതുവഴി എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി അനുഭവിക്കുന്നെന്നും നന്നായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. രോഗത്തിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഉലച്ചത് മുഴുവൻ ചെറുപ്പം മുതലേ സംഭവിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ പീഡനങ്ങളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കുകയും സമൂഹത്തിൽ സംശയത്തിന് ഇട നൽകാത്ത വിധം അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുകയും കൃത്യമായി തെളിവുകൾ ശേഖരിക്കുകയും അർഹമായിട്ടുള്ള ശിക്ഷ അത് ഒരല്പം പോലും ഇളവ് ലഭിക്കാത്ത വിധം
അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്യണം മാതൃകാപരമായിട്ട്. അതൊക്കെ വേണ്ടതാണ്. അതോടൊപ്പം തന്നെ രോഗാവസ്ഥയിൽ പോകുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഓരോ വ്യക്തിക്കും ഈ സമൂഹത്തിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഒരു ബോധ്യവും ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. ആരുമാവട്ടെ, നമ്മുടെ ഒരു സഹജീവി ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള സൗഹൃദമാവാനോ ബന്ധമാകാനോ സ്നേഹമാകാനോ സാമീപ്യമാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹോദര്യമാവട്ടെ, എന്ത് തരത്തിലുള്ള ഒരു പൊതിഞ്ഞു പിടിക്കൽ സമൂഹത്തിൽ നിന്ന് ആ മനുഷ്യന് ലഭിക്കാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്നത്. ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം ഇതിൽ കാണുന്ന, മതം ഇതിൽ കാണുന്ന ആളുകൾ അവരുടെ പ്രതിഷേധങ്ങളോടുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ചില മതപഠനശാലകളിൽ എത്രയോ തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ? ആ സമയത്തൊക്കെ വളരെ ബോധപൂർവം മൗനം പാലിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു വിഷയത്തിൽ അനന്തു അജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം സ്വരമുയർത്തിക്കൊണ്ട് വരുന്നത് കാണുമ്പോൾ അത് മനുഷ്യത്വമല്ല, അത് മതത്വം മാത്രമാണ്. ആ ഒരു പ്രതിഷേധമാണ്. നമുക്കറിയാം, ഈ ബാലരാമപുരത്ത് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു വിവാദം നമുക്കറിയാം ബാലരാമപുരത്ത്. ആ പെൺകുട്ടി അതിൻ്റെ അമ്മയെ വിളിച്ചിട്ട് നിരന്തരം പറഞ്ഞിരുന്നു, എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട്, കഷ്ടപ്പാടുകളുണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ മകൾ അമ്മയോട് പറഞ്ഞു, നിരന്തരം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകൂ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് ആ പെൺകുട്ടിയോട് ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയും അമ്മയുടെ ബന്ധുക്കൾ ആരൊക്കെയോ ചേർന്നുകൊണ്ട് അവർ ഈ മതപഠനശാലയിൽ, ബാലരാമപുരത്തുള്ള മതപഠനശാലയിൽ ചെന്നപ്പോൾ ആ പെൺകുട്ടി കുളിക്കുകയോ മറ്റോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമയം നീട്ടുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ മൃതദേഹമാണ് അവളുടെ അമ്മയ്ക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയത്, അല്ലെങ്കിൽ സംസ്കരിക്കാൻ പാകത്തിനാണ് വിട്ടുകൊടുത്തത്. നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം മൗനം പാലിച്ചു, വളരെ പാകതയോടുകൂടി മൗനം പാലിച്ചു. മതേതരത്വത്തിന്, നമ്മുടെ മതേതരത്വത്തിന് കേടുപാടുകൾ സംഭവിക്കാത്ത വിധത്തിലുള്ള ഒരു മൗനം നമ്മൾ ഒറ്റക്കെട്ടായി ഈ സമൂഹം, പ്രബുദ്ധ സമൂഹം പാലിച്ചു. ബഹുജനം പലവിധമാണ്. അതുകൊണ്ട് സ്വർഗാനുരാഗികളോ അതുപോലെ ഇതുപോലുള്ള കൊച്ചുകുട്ടികൾക്കുമേൽ തൻ്റെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളോ കൗതുകങ്ങളോ കാമപരമായിട്ടുള്ള ആവശ്യങ്ങളോ ഒക്കെ നിറവേറ്റുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പലരും അതിനൊക്കെ ഇരപ്പെടുന്നുണ്ടാവും. ഓരോ കാലഘട്ടത്തിൽ, നമ്മുടെ ചെറുപ്പത്തിൽ, നമ്മുടെ കൗമാരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാല്യത്തിൻ്റെയൊക്കെ തുടക്കത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, കൗതുകങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സ്വവർഗത്തിൽപ്പെട്ടവരിലൊക്കെ ആയിരിക്കും കൗതുകങ്ങൾ തീർത്തിട്ടുണ്ടാവുക. എത്രയോ സംഭവങ്ങൾ അത് ഒരു വ്യക്തിയെ ആജീവനാന്തകാലം വേട്ടയാടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ നേരിടേണ്ടത്, മാനവിക ബുദ്ധിയോടുകൂടിയാണ് ഇതിനെ സമീപിക്കേണ്ടത്. ഇത്തരം ഓരോ കാര്യങ്ങളെയും അതിനു വേണ്ടുന്ന ഒരു തുടക്കം അനന്തു അജിയുടെ ഈ ഒരു ആത്മഹത്യ ഉപകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത്രയെങ്കിലും ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് സാംസ്കാരികമായിട്ടുള്ള ഒരു ഔന്നത്യം പകരാൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വയം ഹത്യ കാരണമാകുന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും ആവട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ കണ്ടുകൊണ്ട് തീർച്ചയായിട്ടും ആരും ഇനിയെങ്കിലും തുടർന്നെങ്കിലും അങ്ങോട്ടേക്ക് നിലപാടുകൾ സ്വീകരിക്കാതിരിക്കുക. ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാവർക്കും തുല്യമായിട്ടുള്ള ജീവമൂല്യം തന്നെയാണുള്ളത്, വിലയാണുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാവാം, മതപരമായിട്ടുള്ള വേർതിരിവുകൾ മനുഷ്യരിൽ കൊണ്ടു നടക്കും. പക്ഷേ മാനവികത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മളാരും കൈവിട്ട് കളയരുത്. അതുകൊണ്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഈ ചെറുപ്പക്കാരൻ്റെ അവസാന കാലഘട്ടത്തിൽ ആരൊക്കെയായിരുന്നു സുഹൃത്തുക്കളായിട്ടുള്ളത്? ഏതൊക്കെ നിലയിൽ ഈ കുട്ടിയുടെ രോഗത്തെ വർദ്ധിപ്പിക്കാനാണോ അല്ലെങ്കിൽ അതിന് മരുന്നിനോടൊപ്പം തന്നെ ഏതെങ്കിലും നിലയിൽ ഈ രോഗാവസ്ഥ ശമിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൗഹൃദമാവാനോ സ്നേഹമാവാനോ സാഹോദര്യമാവാനോ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഈ കുട്ടിയുടെ ഒപ്പം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ എത്രത്തോളം ഈ കുട്ടിയിൽ, കാരണം നമുക്കറിയാം RSS എന്ന് പറയുന്നത് വല്ലാതെ വെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയുന്ന ഒരു പ്രതീതി പരക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലേ?
നമുക്കൊക്കെ അറിയാം. നമ്മൾ സാമ്പ്രദായിക മാധ്യമങ്ങളാവട്ടെ, നവമാധ്യമങ്ങളാവട്ടെ, എല്ലായ്പ്പോഴും നമ്മുടെ സിനിമകൾ തന്നെ, ഓരോ സിനിമകളിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ പരിവാർ എന്ന് പറയുന്നൊരു സിനിമയുടെ ഒരു അല്പം ഞാൻ കണ്ടതേ ഉള്ളൂ. തുടക്കം മുതൽ അത് ആദ്യ നിമിഷം മുതൽ എന്ന് പറയുന്നത് പോലെ അത് കൃത്യമായിട്ടും ഒരു RSS വിരുദ്ധ, അതല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധം എന്ന് കാണാവുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും കളിയാക്കലുകളും ഒക്കെയാണ് അതിനകത്ത് ആ സിനിമയുടെ തുടക്കത്തിൽ പോലും എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഒരു OCD ഉള്ള ഒരു ചെറുപ്പക്കാരനെ ഏതെല്ലാം നിലയിലായിരിക്കും നമ്മുടെ സമൂഹവും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ ഒരു ഈ NM എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിതീഷ് മുരളീധരനോ മറ്റോ പേരായിട്ടുള്ള ആ പ്രതി എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ, ഈ കുട്ടിയുടെ അനന്തു അജി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ മരണമൊഴിയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന, ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി, അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വൈകല്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മുഴുവൻ അതെല്ലാ RSSകാരുടെയും RSSൻ്റെ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന പീഡനം, സ്വർഗാനുരാഗം, സ്വർഗരതി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം ചമയ്ക്കാൻ ശ്രമിക്കുന്നത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിനു മുന്നേ നമ്മൾ ഇതൊന്നും കേട്ടിട്ടില്ല. ഇതുപോലുള്ള ആളുകൾ ഇനി ഉണ്ട് എന്ന് പറയുന്നു, ഉണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, പുറത്തു വരട്ടെ. അപ്പോഴൊക്കെ തന്നെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. അത് സംഘടന കൊടുക്കണം, നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൊടുക്കണം, സമൂഹം അതിനെ അപലപിക്കണം. സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഇത് മുഴുവൻ ഒരു സംഘടനയെ താറടിച്ച് കാണിക്കാനോ ഒരു സമൂഹത്തെ താറടിച്ച് കാണിക്കാനോ ശ്രമിക്കുന്നതിനകത്ത് ഒരുതരം പോരായ്മയുണ്ട് എന്ന് പറയുന്ന പക്ഷമാണ് എനിക്കുള്ളത്. ഇപ്പം വെളിച്ചെണ്ണ കൊണ്ടു നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ നമ്മുടെ സോക്കോൾഡ് സംഗീസ് വെളിച്ചെണ്ണയും പാരച്യൂട്ടിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് അവിടെ ഒരു ഗുജസ്വരതത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അതൊന്നും സ്വാഭാവികം, ഞാനത് പറയാറില്ല. പക്ഷേ അതും ഇതുപോലുള്ള ഒരു തരം വെറി പിടിച്ച അധിക്ഷേപത്തിൻ്റെ പ്രകടനമാണ്. എല്ലാ തരത്തിലുമുള്ള ആളുകൾ എല്ലാ ഇടങ്ങളിലുമുണ്ട്, നല്ലവരുമുണ്ട്, മോശക്കാരുമുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും നമ്മൾ സാമാന്യവൽക്കരിച്ച് സംസാരിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സ്വയം തിരിഞ്ഞു നോക്കുക. എനിക്കെന്തെങ്കിലും പിശകുണ്ടോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അത് നമ്മളുടെ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന സംഭാവനയാണ്, സ്വയം നവീകരിക്കുക എന്ന് പറയുന്നത് പോലും. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ ഇനിയും പറ്റരുത്. ആത്മഹത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ള പണിയാണെന്നൊന്നും ഞാൻ പറയില്ല. ആത്മഹത്യ ചെയ്യാൻ പോലും ഒരു കുറഞ്ഞ അളവ് ധൈര്യം ആവശ്യമുണ്ട്. പക്ഷേ ധൈര്യമുള്ളവരായാലും ആത്മഹത്യ ചെയ്യരുത്. ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിൽ സംസാരിക്കാൻ ഒരാളില്ല എന്ന് തോന്നുന്ന, ഒരു പ്രശ്നം പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ഒരുപാട് സമയമുണ്ട്, എനിക്ക് നല്ല കേൾവി ശക്തിയുണ്ട്. നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. എനിക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് എപ്പോഴും തെറികളാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ചീത്ത കേൾക്കാറുണ്ട്. അത് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. തെറി കൊണ്ട് എന്നെ ഒരു തരത്തിലും തറ പറ്റിക്കാൻ ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല എങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ എൻ്റെ ഒരുപാട് സമയം നഷ്ടം സംഭവിക്കും. എൻ്റെ ചിന്തകൾക്കകത്ത് ഒരുപക്ഷെ തെറി ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഞാൻ സമയം മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അതുകൊണ്ട് എനിക്ക് പരിചയമില്ലാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന വിളികളെ ഞാൻ എടുക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടൊരു മെസ്സേജ് വിട്ടതിന് ശേഷം 9846847888 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു കേൾവിക്കാരനാവാം. എനിക്ക് വലിയ സഹായങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എന്നോടുള്ള സംസാരത്തിന് ശേഷം നിങ്ങൾക്ക് പോകേണ്ടി വരില്ല എന്ന് പറയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് മലയാളം അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നോട് സംസാരിക്കുക. നമുക്ക് ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ. അത് ഏതെങ്കിലും ഒരു കണ്ണൻ ചേട്ടൻ്റെ പേരിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരുടെ പേരിലോ ഒരാളുടെ പേരിലും തീർത്ത് കളയേണ്ടതല്ല. ആയുസ്സെത്തി തന്നെ നമുക്ക് മരിക്കാൻ പറ്റണം. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമ്മുടെ ഈ ലോകത്ത് ജീവിക്കണം. മാനസികമായും ശാരീരികമായും നല്ല ആരോഗ്യത്തോടു കൂടി ഈ ലോകത്തെ അനുഭവിക്കണം. ഈ ഭൂമിയെ മനസ്സിലാക്കണം.
ഈ പ്രകൃതിയെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ആയുസ്സെത്തി എന്നാണോ നമ്മളെ പ്രകൃതി മടക്കി വിളിക്കുന്നത് അതുവരെയും നമുക്ക് ഈ ഭൂമിയിൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഒരു വിനോദസഞ്ചാരിയെ പോലെ സന്തോഷമായിട്ട് നമുക്ക് കഴിഞ്ഞു പോവാം. ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ 90% ദുരന്തങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ്. 10% മാത്രമേ മനുഷ്യന് സന്തോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ നിലയിൽ നൈരാശ്യം കൊണ്ട് നടക്കുന്ന ഒരാളല്ല. എനിക്കുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിൽ പോലും നൈരാശ്യം കൊണ്ട് സംഭവിച്ചിട്ടുള്ളതല്ല. അത് മറ്റെന്തോ തരത്തിലുള്ള കുഞ്ഞു നമ്മുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് നമുക്കുണ്ടാകുന്ന അലോസരങ്ങളാണ്. അപ്പോൾ ഒന്നും ആത്മഹത്യ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ട്, സമയമില്ല, കൂട്ടുകാരില്ല, അല്ലെങ്കിൽ നാട്ടുകാരുടെ പിന്തുണയില്ല, അവരാരും എന്നെ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വേദനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 9846847888 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് വിടണം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വിളി എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചോളാം, നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഒരു സഹജീവി എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും, ഇവിടെ ജനിച്ച ഓരോ മനുഷ്യരും ഇവിടെ തുടരേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഞാനത് വളരെ ആത്മാർത്ഥമായിട്ട് കേൾക്കാൻ തയ്യാറാണ്. കേൾക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമുക്കായിട്ട് 1-2 ചെവികൾ കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ആ പയ്യൻ അനന്തു അജി, അദ്ദേഹം ആ ഫോൺ കട്ട് ചെയ്യുന്ന അവസാനം എനിക്ക് ജീവിക്കാൻ മടുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഫോൺ കട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്നു എനിക്ക് അദ്ദേഹത്തിൻ്റെ നൈരാശ്യത്തിന്, സങ്കടത്തിന്, ദുഃഖത്തിൻ്റെ ആ ഒരു കാഠിന്യത്തിന് ഒരല്പം ശമനം നൽകാനും ആത്മഹത്യ എന്ന് പറയുന്ന ഒന്ന് അറുബോറൻ പരിപാടിയാണ് എന്ന ബോധ്യവും ജീവിതത്തിൻ്റെ എത്ര ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോലും ജീവിതം അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ കിട്ടുന്ന ഒരു ആനന്ദത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുത്ത് തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്താൻ പറ്റുമായിരുന്നു എന്ന് പറയുന്ന ഒരു വിചാരം എനിക്കുണ്ട്. അദ്ദേഹത്തെ തക്ക സമയത്ത് തിരുവനന്തപുരത്തുണ്ടായിട്ട് പോലും അദ്ദേഹം തമ്പാനൂരാണ് ആത്മഹത്യ ചെയ്യുന്നത്. അവിടുന്ന് വെറും 6 കിലോമീറ്റർ ദൂരം മാറി ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചില്ല. പൊതുവേ സംഘി എന്നുള്ള വിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹവും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ പരിചയപ്പെടാൻ പോലും ഒരുപക്ഷെ അദ്ദേഹം മടിക്കുമായിരിക്കും, അല്ലേ? മനസ്സുകൊണ്ട് ഒരുപക്ഷെ RSS എന്ന് പറയുന്നതോ അതല്ലെങ്കിൽ സംഘി എന്ന വിളി കേൾക്കുന്ന RSSകാരോട് തന്നെ അത്രമാത്രം മുഷിപ്പോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് സംഘി എന്ന് പറയുന്ന ആ വിളി, സമൂഹത്തിൻ്റെ വിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിക്കാൻ മനസ്സുണ്ടായി എന്ന് വരില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിലൂടെ ഞാനിവിടെ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയമോ അതല്ലെങ്കിൽ ഞാനിവിടെ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളോ കേട്ടുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എന്നെ വിലയിരുത്തരുത്. നിങ്ങൾ ഒരുപാട് വലിയ സന്തോഷമുള്ള ഒരാളാണെങ്കിൽ ദയവായിട്ട് എന്നെ വിളിക്കണ്ട. നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എനിക്ക് ചെവി മാത്രമേ തരാനുള്ളൂ, അങ്ങനെ തന്നെ സഹായിക്കാനുള്ളൂ. പിന്നെ എൻ്റെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും, എത്രയോ വട്ടം ആത്മഹത്യ ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള എന്തെല്ലാം ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ, ഇപ്പോഴും ഉള്ളവനാണ് ഞാൻ. എനിക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും എനിക്കുണ്ട്. പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക്, നിങ്ങൾ ആരൊക്കെ എന്നെ വെറുത്തു എന്ന് പറഞ്ഞാലും, സമൂഹം മൊത്തം എന്നെ എതിർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഞാൻ ആകാശമുള്ള കാലം, അതിന് താഴെ കൂടി മേഘങ്ങൾ കഥ പറയുന്നിടത്തോളം കാലം, മേഘങ്ങൾ ചിത്രങ്ങൾ രചിക്കുന്നിടത്തോളം കാലം, കടലിരുമ്പുന്നിടത്തോളം കാലം, കാട് മാടി വിളിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ലോകത്ത് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. മരണം വരെ എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാലം വരെയും. എത്ര ദുഃഖം എനിക്കുണ്ടായിക്കോട്ടെ, എത്ര സങ്കടമുണ്ടായിക്കോട്ടെ, എത്ര നൈരാശ്യമുണ്ടായിക്കോട്ടെ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായിക്കോട്ടെ, എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മരിക്കാൻ മുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമ്മളൊക്കെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. സ്നേഹം. ഇനി 3 പേരുകൂടെയുണ്ട്, അവരെ കൂടി പരാമർശിക്കേണ്ടതുണ്ട്. ഈ സംസാരം അനന്തു അജിക്ക് മാത്രമായി മാറ്റിവെച്ചിരുന്നു എന്നുള്ളതുകൊണ്ട് ബാക്കി 3 പേരെക്കുറിച്ച് അത് ഞാൻ വഴിയെ പറയാം. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട ഒരു വ്യക്തി തീർച്ചയായിട്ടും വിജയേട്ടൻ എന്ന് പറയുന്ന
ഞാൻ കണ്ട ഏറ്റവും ആത്മാർത്ഥതയുണ്ടായിരുന്ന ഒരു RSSകാരൻ. ആ കാലത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ഞാൻ കമ്മിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തോടുള്ള എൻ്റെ സാഹോദര്യത്തിന്, അദ്ദേഹത്തിനോടുള്ള എൻ്റെ ഒരു സ്നേഹത്തിന്, അദ്ദേഹത്തോടുള്ള സൗഹൃദത്തിന് ഒന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ആ മനുഷ്യനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അത് മിക്കവാറും ഒക്ടോബർ 30 പറയാം. കാരണം ഒക്ടോബർ 30 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ 20ാമത്തെ വിവാഹ വാർഷികമാണ്. എനിക്ക് എങ്ങനെ ഇത് പറയണമെന്ന് എനിക്കറിയില്ല.